സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ആരാധനകൾ അർപ്പിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങൾ. നമസ്കാരവും നോമ്പും സ്വതക്കയും വിശുദ്ധ ഖുർആൻ പാരായണവും തുടങ്ങി മറ്റു പല കർമ്മങ്ങളും സാധ്യമാകുന്ന രൂപത്തിലെല്ലാം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കാറുണ്ട്. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്തും, ജുമുഅ നമസ്കരിക്കാൻ ജുമുഅയുടെ സമയത്ത് അത് ഏതെങ്കിലും ഒരു സമയത്ത് പള്ളിയിലേക്ക് കയറി വരും. എന്നിട്ട് അങ്ങനെ നമസ്കാരം കഴിഞ്ഞു പോകും. അശ്രദ്ധമായ രൂപത്തിൽ പലപ്പോഴും നമസ്കാരമായി തീരും. എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ ഖുർആൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഓതും. ആ രൂപത്തിൽ കേവലം യാന്ത്രികമായ പ്രവർത്തനങ്ങൾ മാത്രമായി നമ്മുടെ കർമ്മങ്ങളായി തീരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന ആശങ്ക മനസ്സിലുള്ള ആളുകൾക്ക് മാത്രമേ ആ ചെയ്യുന്ന ഇബാദത്ത് മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ഒരു ബാധ്യതാ നിർവഹണം മാത്രമായി തീരും. ഫർദ് നമസ്കരിക്കണം, നമസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, നിർബന്ധ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണം മാത്രമായി തീരുന്ന അവസ്ഥയല്ല വേണ്ടത്. മറിച്ച് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ പള്ളിയിലേക്ക് എത്തുമ്പോൾ ഇനി അതല്ല, പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഞാൻ നമസ്കരിക്കുന്ന ഈ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ എന്ന ചിന്ത, നമസ്കാരം കഴിഞ്ഞാൽ ഇത് പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ചിന്ത, അത് ഉണ്ടാക്കാൻ കഴിയുന്നിടത്ത് മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ സഹോദരന്മാരെ ആസ്വാദനമാക്കി തീർക്കുവാനും അത് ഊർജ്ജസ്വരമായി ചെയ്യുവാനും അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നന്നാക്കുവാനും നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരായി ഞാനും നിങ്ങളും മാറേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ ചില വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയപ്പോൾ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യവും അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉത്തരവും ഈ വിഷയത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലെ വല്ലദീന യുഅ്തൂന മാ അതൗ വ ഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്ന വചനം ഇറങ്ങിയപ്പോൾ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഹൃദയം പിടക്കുന്നവരായിരിക്കും. അവർക്ക് ഹൃദയത്തിൽ പേടി ഉണ്ടാകും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണല്ലോ എന്ന ചിന്ത അവർക്കുണ്ടാകുമെന്ന്. കർമ്മങ്ങൾ ചെയ്യുകയും പടച്ചോനെ പേടിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹുമുൽ ലദീന യശ്റബൂന ഖംറ വയസ്രിഖൂൻ, റസൂലേ, ഈ പറയപ്പെട്ട ആളുകൾ നമസ്കരിക്കുന്നുണ്ട്, ഇബാദത്ത് നടക്കുന്നുണ്ട്, പക്ഷെ പടച്ചോൻ അവർക്ക് പേടിയുണ്ട്. അവർ കള്ളു കുടിക്കുകയും അതേപോലെ തന്നെ മോഷണം നടത്തുകയും ചെയ്യുന്ന കുറ്റവാളികളല്ലേ, വിശ്വാസികളായ കുറ്റവാളികൾ, അവർക്കല്ലേ പടച്ചോനെ കോലത്തിന് പേടി ഉണ്ടാകുക എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ലയോ സിദ്ദീഖിന്റെ മകളെ ആയിഷ, അവർ മോഷ്ടിക്കുകയും അതേപോലെ തന്നെ കണ്ടുകുടിക്കുകയും ചെയ്യുന്ന ആളുകളല്ല, മറിച്ച് വലാകിന്നഹും അല്ലദീന യസൂമൂൻ, അവർ നോമ്പെടുക്കുന്നവരാണ്, വയുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരാണ്, വയതസദ്ദഖൂൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സദഖ നൽകുന്നവരാണ്. പക്ഷേ വഹും യഖാഫൂന അല്ലാ യുഖബല മിൻഹും, അവരുടെ പേടി എന്താണ്? നമസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സക്കാത്ത് നൽകിയിട്ടും സദഖ നൽകിയിട്ടും വഹും യഖാഫൂന അല്ലാ യുഖബല മിൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും അത് സ്വീകരിക്കുമോ എന്നവർക്ക് പേടിയാണ്. അതാണ് ഈ പറയപ്പെട്ട അല്ലദീന ഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ ഭീതിയടയുന്നവർ, പേടിക്കുന്നവർ, പിടക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന പേടിയുള്ളവരാണ്. ഉലൈക അല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്,
ആ ആളുകളാണ് നന്മകളിലേക്ക് എപ്പോഴും മത്സരിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആ വചനങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് 57 മുതലുള്ള വചനങ്ങൾ. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്രിഖൂൻ, ആ ആളുകൾ നിശ്ചയമായും തങ്ങൾ റബ്ബിനെ അവർ പേടിച്ച നിമിത്തം അവരുടെ ഹൃദയങ്ങൾ പേടിയുള്ളതായി തീരും. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, ആ ആളുകളുടെ പ്രത്യേകത അല്ലാഹു റബ്ബിന്റെ ലക്ഷ്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളിൽ വിശ്വസിക്കുന്നവരായ ആളുകളാണ് അവർ. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർന്നിട്ടില്ലാത്ത യഥാർത്ഥ തൗഹീദിന്റെ ആളുകളാണ് അവർ. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങൾ വല്ലവർക്കും കൊടുക്കുന്ന തങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് റബ്ബിലേക്ക് മടങ്ങി ചെല്ലുന്നവരാണ് എന്നതിനാൽ തന്നെ അതിന്റെ വിഷയത്തിൽ ഹൃദയങ്ങൾ നടുങ്ങുന്നവരായിരിക്കും അവർ. ഉലൈക യുസായിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, ആ ആളുകൾ നന്മകളിൽ മത്സരിക്കുന്ന ആളുകളാണ്, ധൃതി കൂട്ടുന്നവരാണ്, അവർ നന്മകളിൽ എപ്പോഴും മുൻകടന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, ഈ നന്മകളിൽ മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, നന്മകളിൽ മുൻകടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ മത്സരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത്. ഒരു നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ കുറച്ച് കഴിയട്ടെ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വീട്ടിലുള്ള സ്ത്രീകളായി തീരുവാൻ പാടില്ല. ബാങ്ക് വിളിച്ചു, അസ്ർ വരെ സമയമുണ്ടല്ലോ, കുറച്ച് കഴിയട്ടെ, ഈ പണിയും കഴിയട്ടെ, മറ്റേ പണിയും കഴിയട്ടെ, എല്ലാം കഴിയട്ടെ, എന്നിട്ട് സമയമുണ്ടല്ലോ എന്നിങ്ങനെ നീട്ടി കൊണ്ടുപോയി അവസാനം സമയം തീരാൻ നേരത്ത് ആർക്കോ വേണ്ടി നമസ്കരിക്കുന്നവരുടെ കൂട്ടങ്ങളിൽ നമ്മൾ പെട്ടുപോകുവാൻ പാടില്ല. പള്ളിയിലേക്ക് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ ജമാഅത്ത് ചേർത്തുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടതുണ്ട്. നമസ്കരിച്ചാൽ മതിയല്ലോ, എങ്ങനെയെങ്കിലും മതിയല്ലോ എന്ന ചിന്തയിലേക്ക് നമ്മൾ ഒരിക്കലും പോയി തീരുവാൻ പാടില്ല. നന്മകളിൽ എപ്പോഴും മത്സരിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഒരു നന്മയും നഷ്ടപ്പെടുത്താത്ത ആളുകളുടെ കൂട്ടത്തിൽ പെടുമ്പോഴാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിയുള്ളവരാണ് എന്ന് പറയുവാൻ സാധ്യമാകുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ സുമറിന്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട്, പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട്, സുജൂദിലായിക്കൊണ്ട്, നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമസ്കരിക്കുന്ന ആളുകൾക്കുള്ള പേടി എന്താണ്? പടച്ചോനെയാണ് അവർക്ക് പേടിയുള്ളത്. നമസ്കരിക്കുമ്പോൾ അവരുടെ ചിന്ത എന്താണ്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെന്ന ചിന്തയാണ്. റഹബത്തും റഹബത്തും ഉള്ളവരായിക്കൊണ്ട്, പ്രതീക്ഷയും ഭയവും ഉള്ളവരായിക്കൊണ്ട് അല്ലാഹുവിന്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവരായി സഹോദരന്മാരെ നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മളുടെ കർമ്മങ്ങൾ അപ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. ആ ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ പോകുന്ന രൂപത്തിൽ നന്നാക്കിയെടുക്കുവാൻ നമ്മൾക്ക് സാധ്യമാകും. സുഹൃത്തുക്കളെ, അത് സാധ്യമാകണമെങ്കിൽ എന്താണ് നമ്മൾക്ക് ആവശ്യം? കർമ്മങ്ങൾ നന്നാകാൻ, അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ കർമ്മങ്ങൾ നന്നാക്കുവാൻ, കർമ്മങ്ങളിൽ മത്സരിക്കുവാൻ നമ്മൾക്ക് എന്തുണ്ടാകണം? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് അളവറ്റ പ്രതീക്ഷയുണ്ടാകണം. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന മഹത്തായ ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുവാൻ നമുക്ക് കഴിയണം. സുഹൃത്തുക്കളെ, മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമൊരു വഴിയാണ് അവരുള്ളത്. ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ. ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. ഇതല്ലാത്ത ഒരു മാർഗം മരണത്തിന് ശേഷം ഒരാൾക്ക് അല്ലാഹു നൽകുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ചിന്ത മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അത് വെറുതെ പ്രവേശിക്കാൻ കഴിയില്ല. നമ്മുടെ ആശയും പ്രതീക്ഷയും ജീവിതത്തിലെ മുഴുവൻ സമയത്തെയും ചിന്തയും ആ സ്വർഗമാക്കി തീർക്കുമ്പോഴാണ് കർമ്മങ്ങൾ നന്നാക്കുവാനും തിന്മകളിൽ നിന്ന് മാറിയിരിക്കുവാൻ നമുക്ക് കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അറാബി വന്നു. ഒരു കാട്ടറബിയായ ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. എന്താണ് വേണ്ടത്? നിന്റെ ആവശ്യം എന്താണ്? ആ മനുഷ്യൻ അപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, എനിക്ക് ഒരു ഒട്ടകം വേണം, അതേപോലെ തന്നെ എനിക്ക് പാല് കറക്കാൻ ഒരു കാലിയെ വേണം, അതേപോലെ തന്നെ എനിക്ക് നല്ല ഒരു തോട്ടം ആവശ്യമാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്.
ഭൗതികമായ ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറയുകയാണ്, നിങ്ങൾക്ക് പിന്നെ ബനൂ ഇസ്രായേലിൽപ്പെട്ട അജൂസത്തിനെ പോലെ, കിഴവിയെ പോലെ നിങ്ങൾ ആയിരുന്നെങ്കിൽ, നിങ്ങളുടെ ചിന്ത ആയിരുന്നെങ്കിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ബനൂ ഇസ്രായേലിൽപ്പെട്ട കിഴവിയെ പോലെ നിങ്ങൾക്ക് ആകാൻ കഴിഞ്ഞെങ്കിൽ, റസൂലുള്ളാഹിയുടെ സഹാബികൾ ചോദിച്ചു, റസൂലേ എന്താണ് ബനൂ ഇസ്രായേലിൽപ്പെട്ട കിഴവിയുടെ പ്രത്യേകത, വയസ്സായ സ്ത്രീയുടെ പ്രത്യേകത എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സഹാബികൾക്ക് ബനൂ ഇസ്രായേലിലെ ഒരു കഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകൾ അവർ നാട് വിടുകയാണ്. നാട് വിടാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും സംഘവും നാട് വിടുന്ന സമയത്ത് അവർക്ക് എങ്ങനെയും പുതിയ നാട്ടിലേക്കുള്ള വഴി അവർക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയും അവർക്ക് വഴി മനസ്സിലാകുന്നില്ല. വഴി തെളിഞ്ഞു വരുന്നേയില്ല. രാത്രിയുടെ ഇരുട്ടിൽ അവർ പലപ്പോഴും വഴി തെറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് എങ്ങനെയും വഴി ശരിയായിട്ട് പുതിയ നാട്ടിലേക്ക് എത്താൻ സാധ്യമാകുന്നില്ല. ആ സന്ദർഭത്തിൽ അവരുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് അജൂസത്തായ നിങ്ങൾക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൃതശരീരം, അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് അത് മറ്റൊരു സ്ഥലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുമാറ്റിയാലല്ലാതെ, അതും എടുത്തു കൊണ്ടുപോയാലല്ലാതെ നിങ്ങൾക്ക് വഴി തെളിയുകയില്ല എന്ന് ആ കൂട്ടത്തിലെ ഒരു പണ്ഡിതൻ പറയുകയുണ്ടായി. അപ്പോൾ ആരുടെ കയ്യിലാണ്, ആർക്കാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൃതശരീരം ഉള്ളത്, എവിടെയാണുള്ളത് എന്ന് ആർക്കാണ് മനസ്സിലാവുക എന്ന് ചോദിച്ചപ്പോൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു കിഴവിയായ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ സ്ത്രീക്ക് മാത്രമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം എവിടെയാണുള്ളത് എന്ന് അറിയുക എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും സംഘവും അവർക്ക് വഴി തെളിയണം, നാട് വിടണം, പുതിയ നാട്ടിലേക്ക് നമ്മുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ തെരഞ്ഞു പോവുകയാണ്. ആ സ്ത്രീയെ തെരഞ്ഞു പോയി എവിടെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൗതിക ശരീരം ഉള്ളത് എന്ന് പറഞ്ഞു തരണം, കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞതില്ല, വല്ലാഹി ഹത്താ തുഅതിയനി ഹുക്മി, നിങ്ങൾ എന്റെ ആവശ്യം പൂർത്തീകരിക്കും വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ജനങ്ങൾക്ക് വഴി നടത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ഒരു പ്രവാചകനാണ് മുന്നിൽ വന്ന് ചോദിക്കുന്നത്. എന്നിട്ടും ആ സ്ത്രീ പറഞ്ഞത്, എന്റെ ആവശ്യം നിങ്ങൾ പൂർത്തീകരിച്ചു കേൾക്കും വരെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുകയില്ല എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മാ ഹുക്മുക്, നിന്റെ ആവശ്യം എന്താ, നീ ചോദിക്കുക, സാധ്യമാകുന്നത് നൽകാമെന്ന്. ആ സന്ദർഭത്തിൽ ആ പെണ്ണ് പറഞ്ഞത്, ഹുക്മി അൻ അകൂന മഅക ഫിൽ ജന്ന, എന്റെ ആഗ്രഹം, എന്റെ ആവശ്യം താങ്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നാണ്. താങ്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്റെ ആവശ്യം സ്വർഗ്ഗപ്രവേശനമാണ് എന്ന് പറഞ്ഞ വയസ്സായ പ്രായം ചെന്ന അജൂസത്തായ കിഴവിയുടെ വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അവരെ പോലെയാകണമെന്ന്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അവരുടെ ആവശ്യം എന്താണ്? വയസ്സായിട്ടും അവരുടെ ആഗ്രഹം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണം. എങ്ങനെയെങ്കിലും പ്രവേശിച്ചാൽ പോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന് മാത്രമായിരുന്നു ആ ആഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ സ്വർഗ്ഗത്തെ കുറിച്ച് ചിന്തിക്കുവാൻ, ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറത്ത് എന്തും തങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് സ്വർഗ്ഗത്തിന് വേണ്ടി പകരം വെക്കാൻ വേണ്ടി എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് സുഹൃത്തുക്കളെ നമ്മൾക്ക് വരാൻ സാധ്യമാകുന്നിടത്താണ് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുവാൻ കഴിയുക. സ്വർഗം വേണമെന്ന അതിയായ ചിന്തയുണ്ടാകുമ്പോഴാണ് നമ്മൾ നമസ്കരിക്കുവാൻ കൃത്യസമയത്ത് പള്ളിയിലേക്ക് എത്തുക. സ്വർഗം വേണമെന്ന അതിയായ ചിന്ത മനസ്സിൽ രൂഢമൂലമാകുമ്പോഴാണ് നമ്മൾ ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക. ഈ ഒരു ചിന്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പല സന്ദർഭത്തിലും ചോദിച്ചിരുന്നത്, റസൂലേ, എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. സഹാബികൾക്ക് എപ്പോഴും അവരുടെ ചിന്ത സ്വർഗം മാത്രമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ടോയ്ലറ്റിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ട് കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, റബീഅ, നിന്റെ ആവശ്യം ചോദിച്ചു കൊള്ളുക, ഞാൻ നൽകാമെന്നാണ്. ആ സന്ദർഭത്തിൽ ആ സഹാബി ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ, എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ തിരിച്ചു ചോദിച്ചു, അതല്ലാത്തതൊന്നും ചോദിക്കാനില്ല റബീഅ. ആ മനുഷ്യനെ പറഞ്ഞത്, റസൂലേ, എനിക്കതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ല. എന്റെ ഏക ആഗ്രഹം, എന്റെ ഒരേ ഒരു ആവശ്യം അത് സ്വർഗ്ഗപ്രവേശനം മാത്രമാണ് എന്നാണ്.
നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അവർക്ക് സ്വർഗം എന്ന ചിന്ത അങ്ങേയറ്റം ഉണ്ടാക്കി തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല സഹാബികളും പ്രവാചകരുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതെല്ലാം സ്വർഗത്തെ കുറിച്ചുള്ളതായിരുന്നു. എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം എനിക്ക് പഠിപ്പിച്ചു തരുകണേ എന്ന്. എനിക്കൊരു പ്രവൃത്തി കാണിച്ചു നൽകണം, അറിയിച്ചു നൽകണം. അത് ചെയ്താൽ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം എനിക്ക് പഠിപ്പിച്ചു തരണം. സ്വർഗം സ്വർഗം സ്വർഗം, വേറെ ഒരു ചിന്തയും അള്ളാഹുവിന്റെ ഇഷ്ടം എന്ന ഒരു ചിന്തയും അതല്ലാതെ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളെ, ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ നന്നാകുന്നത്. നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കും. നമ്മൾ പലപ്പോഴും ഭൗതികമായി പലരുടെയും ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ പല ആഗ്രഹങ്ങൾക്കും വേണ്ടിയാണ് നമ്മളുടെ സമയങ്ങൾ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്തുന്നത്. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നല്ല. നല്ല ജോലി ഉണ്ടാക്കാം, സമ്പത്തുണ്ടാക്കാം, അതെല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ അത് മാത്രമായി പോകരുത്. അതിനേക്കാൾ അപ്പുറത്ത് സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുമ്പോൾ, മരണത്തിന് ശേഷമുള്ള ജീവിതം പ്രതീക്ഷയാക്കി വെക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഹറാമിൽ നിന്ന് മുക്തമാകുന്നത്. നല്ല സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ കച്ചവടം നടത്തുമ്പോൾ എനിക്ക് സ്വർഗം കരസ്ഥമാക്കണമെന്ന ചിന്തയുണ്ടെങ്കിൽ ആ കച്ചവടത്തിന് ഹറാമ് കല്ലുകയില്ല, പരീക്ഷ അതിലേക്ക് കടന്നു വരികയില്ല, തെറ്റായ രൂപത്തിൽ സമ്പാദ്യം കടന്നു വരികയില്ല. സ്വർഗമാണ് ചിന്തയെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനിസ്ലാമികമായ വസ്ത്രം നമ്മൾക്കുണ്ടാവുകയില്ല. സ്വർഗമാണ് ചിന്തയെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് ഹറാമുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ പരതി പോവുകയില്ല. സ്വർഗമാണ് ചിന്തയെങ്കിൽ സൽക്കർമ്മങ്ങളിലൊന്നും നമ്മൾ പിന്നോക്കം നിൽക്കുകയില്ല. പരലോകമാണ് ആഗ്രഹമെങ്കിൽ നന്മകളിൽ ധാരാളമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആ രൂപത്തിൽ കർമ്മങ്ങൾ നമ്മൾക്ക് നന്നാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തെ കുറിച്ചുള്ള ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച്, മരണത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ച സഹാബിയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ നമസ്കരിക്കുമ്പോൾ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ നിന്റെ അവസാനത്തെ നമസ്കാരമാണ് ഇത് എന്ന ചിന്തയിൽ വേണം നീ കൈകെട്ടുവാൻ. ഞാൻ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ഇനി എനിക്കൊരു നിസ്കാരം ബാക്കിയില്ല എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, ആ നമസ്കാരം നന്നാക്കുവാൻ കഴിയും. എങ്ങനെയെങ്കിലും നിസ്കരിച്ച് പോകണം എന്നല്ല, ഇനി എനിക്കൊരു നിസ്കാരം ബാക്കിയില്ല എന്ന ചിന്ത. ആ ചിന്തയുണ്ടാകുമ്പോൾ ഇനിയായി നമസ്കാരത്തിന് ശേഷം പരലോക യാത്ര ആരംഭിക്കുകയാണ് എന്ന ചിന്തയുണ്ടാകുമ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് കർമ്മങ്ങൾ നന്നാക്കുവാൻ സാധ്യമാകും. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഊർജ്ജസ്വലമാകണമെന്നുണ്ടെങ്കിൽ, നന്നായി തീരണമെന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് കൃത്യമായി ചിന്തയുണ്ടാക്കുവാനും ബോധമുണ്ടാക്കുവാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ സന്നദ്ധമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കർമ്മങ്ങൾ നന്നാക്കി ചെയ്യുന്ന, പരലോകം ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillahi rabbil alamin. Allahumma salli wa sallim wa barik ala Muhammadin wa ala ali Muhammad. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുക. സഹോദരന്മാരെ, സഹോദരിമാരെ, കർമ്മങ്ങൾ നന്നായി തീരണമെന്നുണ്ടെങ്കിൽ, സൽക്കർമ്മങ്ങൾ നന്നാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്തയും പരലോകബോധവുമാണ് സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എങ്ങനെയെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നല്ല പഠിപ്പിച്ചത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരത്തിന്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധ്യമാകും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല എന്ന മൂന്ന് കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് സ്ഥിരമായി തേടാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചോനേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ അറിവ് അല്ലാഹു എനിക്ക് നൽകണം.
ഉപകാരപ്രദമായ അറിവ് എന്തെങ്കിലുമൊക്കെ കരസ്ഥമാക്കുക എന്നുള്ളതല്ല. ആ നേടുന്ന അറിവ് എനിക്ക് ഉപകാരമുള്ളതാക്കി തീർക്കണം. ഞാൻ നേടിയെടുക്കുന്ന സമ്പാദ്യം, എന്റെ ഉപജീവനം, എന്റെ ഭക്ഷണം, എന്റെ സമ്പത്ത് ത്വയ്യിബാകണം, നല്ലതാകണം. ഹറാമായ സമ്പാദ്യം എനിക്ക് ഉണ്ടാക്കി തീർക്കുവാനും പാടില്ല. മൂന്നാമത്തേത് അല്ലാഹുവേ, നീ സ്വീകരിക്കുന്നതായ സ്വീകാര്യോഗ്യമായ പ്രവർത്തനങ്ങൾ, അമലുകൾ ചെയ്യാൻ അല്ലാഹുവേ ഞാൻ നിന്നോട് തൗഫീഖിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക എന്നുള്ളതല്ല, ചെയ്ത കർമ്മം അല്ലാഹു സ്വീകരിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സ്വീകരിക്കാനും വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെട്ട് പരലോകത്തെ ചിന്തിച്ച് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരന്തരമായി കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്രകാരം നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലം നമ്മൾക്ക് നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ നന്നാക്കുന്ന, പരലോകത്ത് വിജയം നേടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.